സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമര പരമ്പര. LP സ്കൂൾ, UP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിന് പുറമെ ഡ്രൈവർ റാങ്ക് ലിസ്റ്റുള്ളവരും പ്രതിഷേധവുമായി രംഗത്തെത്തി. നിയമനം വൈകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. അനിശ്ചിതകാല നിരാഹാര സമരം നടത്താനാണ് LPSC റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ്. ചർച്ചകൾ നടന്നെങ്കിലും പരിഹാരമുണ്ടാകാതെ വന്നതോടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇത് തുടർന്ന് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഈ സർക്കാരിന് മുന്നിൽ ഇനി ജീവൻ പൊലിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും അടിയന്തരമായി നിയമനം നടത്തണമെന്നുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച UP സ്കൂൾ ടീച്ചർ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല സമരം 2ാം ദിവസവും തുടരുന്നു. അതിനിടെ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡ്രൈവർമാരും പ്രതിഷേധത്തിലാണ്. ഇന്ന് സൂചനാ സമരം നടത്തിയ ഉദ്യോഗാർത്ഥികൾ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇവിടെ നിന്ന് ഡൽഹിയിൽ 800 കിലോമീറ്റർ പോലും പോയി അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. എന്നിട്ടും സെക്രട്ടേറിയറ്റിന് വളരെ തുച്ഛമായ ഒരു 100 മീറ്റർ ഇറങ്ങി വന്നാൽ പോലും നമ്മളെ മുഖം വരെ നോക്കാം. എന്നിട്ട് പോലും അതുപോലും നോക്കാതെ നമ്മളേക്ക് അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ സമരമുഖത്ത് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ഈ സമരാവശ്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.